മന്ത്രിയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. അപ്പൊ ഒരു വിഷയം ഉണ്ടായി. അപ്പൊ അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു, ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഇല്ലേ? അപ്പൊ ഉമ്മൻചാണ്ടി രാജി എഴുതി മരിച്ചു. ഇപ്പോ അന്ന് നടന്ന സംഭവത്തെക്കാൾ ഗുരുതരമായ പ്രശ്നം ഇപ്പോ ഉണ്ടായി. അപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. എന്താ പറയുന്നത്? അത് കുടുംബ പ്രശ്നമാണ്. അപ്പൊ അന്ന് കുടുംബ പ്രശ്നമായിരുന്നില്ലേ? ഇതാണ് ഇരട്ടത്താപ്പ്. ഇരട്ട ചങ്കൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഇരട്ട താപ്പൻ എന്ന് വിളിക്കുന്നതാണ്. ഇരട്ടത്താപ്പാണ്. അന്ന് ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണമെന്നത് സർക്കാരിലായ്മയാണ്. കേരളത്തിൽ നികുതി പണമെടുത്ത സർക്കാർ ധൂർത്തടിക്കുന്നു, PR വർക്കിന് കോടികൾ ചെലവഴിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ആ യോഗത്തിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഷാരിഖ് നവാസ് ഷാരിഖ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉന്നമിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. ആ വാർത്താ സമ്മേളനം അതിനുള്ള മറുപടി കൂടിയാണോ ഈ പ്രസംഗം? ഹാഷ്മി, തീർച്ചയായും അതിനുള്ള മറുപടി കൂടിയാണ് PK ശശിയുടെ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചതും ഇപ്പോൾ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുന്നതും. PR വർക്കിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു, ഇവിടെ പാവപ്പെട്ടവർക്ക് വീട്, അതായത് ലൈഫ് പദ്ധതിയിൽ വീട് നൽകുന്നതിനും മറ്റും പണമില്ല എന്ന് പറയുന്നു. PR വർക്കിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു, അതിന് PRD ഉപയോഗിച്ച് വലിയ ഹോർഡിങ്ങുകളും മറ്റും ഒക്കെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരു ക്യാപ്റ്റന്റെ ഒരു രീതിയിലാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റു നേതാക്കൾ അദ്ദേഹത്തിന് വിധേയത്വം കാണിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രിക്ക് വിധേയത്വം പറയുകയാണ്. കാരണം G സുധാകരനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം 50 വർഷം പ്രവർത്തിച്ച നേതാവിനെ ചെറ്റ എന്ന് വിളിച്ചതിന് പോലും എതിർത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷം ഇപ്പോൾ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറി എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു. അതുപോലെ തന്നെ ഈ കലാകാരന്മാരെ ഉൾപ്പെടെ അധിക്ഷേപിച്ചാണ് ഇപ്പോൾ CPM പ്രവർത്തകർ, അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ തോമസ് ഐസക് പരിഹസിച്ചിരുന്നു കോമാളി എന്നതിൽ. അപ്പൊ അതിലുൾപ്പെടെയുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ പ്രസംഗം നടത്തുന്നത്. പാലക്കാട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ആദ്യ പരിപാടിയായാണ് PK ശശിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടിയെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുകൾ കൂടുതൽ ശക്തമാകുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കാര്യം 16-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.